രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തികളിലും വടക്കൻ അതിർത്തികളിലും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി റോക്കറ്റ് സംവിധാനങ്ങൾ വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ അഭിമാനമായ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിലെ പുതിയ റെജിമെന്റുകൾ സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ദേശീയ സുരക്ഷാ അധികാര കേന്ദ്രങ്ങളുടെ തീരുമാനം അനുസരിച്ച് 7ാമത്തെ പിനാക റെജിമെന്റ് ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. 8ാമത്തെ റെജിമെന്റും രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിനാവശ്യമായ ഉപകരണങ്ങളിൽ പകുതിയിലധികം ഇതിനകം ലഭിച്ചിട്ടുണ്ടെന്നും നിലവിൽ പരിശീലനവും സാങ്കേതിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷ അവസാനത്തോടെ അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനാണ് സാധ്യത. 2020 ഓർഡർ ചെയ്ത 6 പിനാക റെജിമെന്റുകളിൽ നിന്നുള്ള 2 റെജിമെന്റുകൾ അടുത്ത വർഷം സേവനത്തിലേക്ക് വരും. ഇതോടെ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന പിനാക റെജിമെന്റുകളുടെ എണ്ണം 10 ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2010 മുതൽ 2020 വരെ ഇന്ത്യൻ സൈന്യം 4 പിനാക റെജിമെന്റുകൾ ഓർഡർ ചെയ്തിരുന്നെങ്കിലും ഗാൽവാനിലെ സംഘർഷത്തിന് ശേഷം റോക്കറ്റ് യുദ്ധവിമാനങ്ങളുടെ വികസനത്തിന് പ്രതിരോധ മേഖല കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2020 പ്രതിരോധ മന്ത്രാലയം ഏകദേശം 2580 കോടി രൂപയുടെ കരാറുകൾ ഒപ്പുവെക്കുകയുണ്ടായി. ഈ കരാറുകൾ ഇന്ത്യയിലെ പ്രമുഖ പ്രതിരോധ നിർമ്മാണ സ്ഥാപനങ്ങളായ BEML, ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്, ലാർസൻ ആൻഡ് ടർബോ എന്നിവയുമായിട്ടായിരുന്നു. ഈ കരാറിന്റെ ഭാഗമായി 114 പിനാക ലോഞ്ചറുകൾ, 45 കമാൻഡ് പോസ്റ്റുകൾ, 330 സപ്പോർട്ട് വാഹനങ്ങൾ എന്നിവ സൈന്യത്തിന് ലഭ്യമാക്കും. ലോഞ്ചറുകൾക്ക് ഓട്ടോമേറ്റഡ് ഗൺ എയിമിംഗ് ആൻഡ് പൊസിഷനിംഗ് സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. സേനയിൽ ഒരു റെജിമെന്റ് സാധാരണയായി 3 ബാറ്ററികളായാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ ബാറ്ററിയിലും 6 പിനാക ലോഞ്ചറുകൾ വീതം പ്രവർത്തിക്കുന്നു. ഇതോടെ ഒരു റെജിമെന്റിന് 18 ലോഞ്ചറുകൾ യുദ്ധസന്നദ്ധമായി നിലയുറപ്പിക്കും. കൂടാതെ പരിശീലനത്തിനും അടിയന്തര സാഹചര്യങ്ങൾക്കും വേണ്ടി 2 അധിക ലോഞ്ചറുകളും സജ്ജമാക്കും. 6 ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു ബാറ്ററിക്ക് 44 സെക്കൻഡിനുള്ളിൽ 72 റോക്കറ്റുകൾ പ്രയോഗിക്കാൻ കഴിയും. ലക്ഷ്യമിടുന്ന പ്രതലങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാനാണ് ഈ സംവിധാനങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഏകദേശം 37 മുതൽ 40 കിലോമീറ്റർ റേഞ്ചുള്ള MK1, MK2, ഏകദേശം 60 കിലോമീറ്റർ റേഞ്ചുള്ള MK2, ഏകദേശം 75 മുതൽ 90 കിലോമീറ്റർ വരെ കൂടുതൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഗൈഡഡ് പിനാക എന്നിങ്ങനെ 3 പിനാക റോക്കറ്റ് സംവിധാനങ്ങളാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പിനാക ലോഞ്ചറിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷ്യം തൊടുന്ന ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഏകദേശം 15 റോക്കറ്റ് ആർട്ടില്ലറി റെജിമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. 7 പിനാക റെജിമെന്റുകൾ, 3 BM-30 മെർക്ക് റോക്കറ്റ് സംവിധാനങ്ങൾ, 5 BM-21 ഗ്രാഡ് യൂണിറ്റുകൾ എന്നിവ ഇതിൽപ്പെടും. സൈന്യത്തിന്റെ ദീർഘകാല പദ്ധതി പ്രകാരം 22 പിനാക റെജിമെന്റുകൾ വരെ സേവനത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇവ കൂടാതെ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ച് നിയന്ത്രിക്കുന്ന പ്രത്യേക റോക്കറ്റ് മിസൈൽ സേന രൂപീകരിക്കാനും സൈന്യത്തിന് പദ്ധതിയുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ദീർഘദൂര ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.